ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ യേശുവിനെ അനുഗമിച്ച ചില സ്ത്രീകളുടെ കഥ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ച് വരുന്നുണ്ട്. പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ കാരണമായി തീർന്ന കുരിശ് യാത്രയിൽ യേശുവിൻ്റെ സഹനത്തോട് ചേർന്ന് പ്രവർത്തിച്ച ഒരു സ്ത്രീ, അവളാണ് വെറോനിക്ക. സ്നേഹവും ധൈര്യവും പ്രകടിപ്പിച്ചവളാണ് വെറോനിക്ക പുണ്യവതി. സുവിശേഷങ്ങളിൽ പേര് പറയുന്നില്ലെങ്കിലും നമ്മുടെ വിശ്വാസ പരമ്പരയിൽ വെറോനിക്കയ്ക്കുള്ള സ്ഥാനം വളരെ വലുതാണ്. യേശുവിൻ്റെ സഹനയാത്രയിൽ അവിടുത്തെ മുഖത്തുനിന്ന് ഇറ്റുവീണ രക്തവും കണ്ണീരും വിയർപ്പും അവൾ തൻ്റെ കയ്യിൽ കരുതിയിരുന്ന കൊച്ചു തൂവാല കൊണ്ട് ഒപ്പിയെടുത്തു. അവളുടെ പ്രവൃത്തി കാരുണ്യത്തിൻ്റെ വലിയ ഒരു മാതൃക നമുക്ക് നൽകുന്നുണ്ട്. കർത്താവിൻ്റെ വേദനയേറിയ നിമിഷത്തിൽ അവനോട് ചേർന്ന് കരുണയുടെ ആർദ്രമായ കണ്ണുകൾ അവളുടെ മുഖത്ത് പ്രതിഫലിച്ചു. ആ ദർശനം അവൾക്കുണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. മറ്റുള്ളവർ പലതും പറഞ്ഞേക്കാം. ഒരുപക്ഷെ പടയാളികൾ തന്നെയും പിടിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചേക്കാം. പക്ഷേ അവൾ തൻ്റെ ധൈര്യവും കർത്താവിനോടുള്ള അഗാധമായ സ്നേഹവും കൈവെടിഞ്ഞില്ല. അവൾ അവൻ്റെ ഹൃദയത്തിലെ, അവൻ്റെ മുഖത്തെ, അവൻ്റെ ശരീരത്തിലെ മുഴുവൻ മുറിവുകളും തൻ്റെ മുറിവുകളായി ചേർത്ത് നിർത്തി അവനോടുള്ള ആർദ്രമായ സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നു. അവളുടെ മുഖം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവനെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ യേശുവിൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്ന് കുരിശും ചുമന്നുകൊണ്ട് കാൽവരിമല കയറിപ്പോകുന്ന യേശുവിനെ, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട അവൻ്റെ വലിയ സഹനയാത്രയിൽ അവൾ ഭക്തിപൂർവ്വം തന്നെ തുവാലയെടുത്ത് ആ മുഖം ഒപ്പുകയാണ്. അത്ഭുതം! അവൻ്റെ മുഖം ആദ്യമായിട്ട് ഫോട്ടോ എന്ന പോലെ അവളുടെ കൈത്തുവാലയിൽ പതിയുകയാണ്. യേശു അവളെ കാരുണ്യത്തോടെ നോക്കി, സ്നേഹത്തോടെ നോക്കി. അവൾക്ക് അത് മതിയായിരുന്നു. മറ്റെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും യേശുവിൻ്റെ കൂടെ നിന്ന അവൾ ധീരതയുടെയും വിശ്വാസ ബോധ്യത്തിൻ്റെയും കർത്താവിനോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെയും പ്രകടനമാണ്. പ്രിയപ്പെട്ടവരെ, വെറോനിക്ക നമ്മുടെയൊക്കെ മുമ്പിൽ ഒരു വലിയ മാതൃകയാണ്. യേശുവിനോട് കൂടെ ആയിരിക്കാൻ, യേശുവിനോട് കൂടി അവൻ്റെ സഹനത്തിൽ പങ്കുചേരാൻ, അവൻ്റെ മുറിവുകൾ നമ്മുടെ മുറിവുകളായി പരിണമിക്കാൻ പീഡാനുഭവ യാത്രയിൽ വെറോനിക്കയെ പോലെ നമുക്ക് സാധിക്കണം. നമ്മുടെ സഹനങ്ങൾ കർത്താവിൻ്റെ സഹനങ്ങളോട് ചേർത്ത് വയ്ക്കാനും, നമ്മുടെ വേദനകൾ അവൻ്റെ വേദനകളോട് ചേർത്ത് വയ്ക്കാനും, അവൻ്റെ മുറിപ്പാടുകൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാനും കർത്താവിൻ്റെ പീഡാനുഭവ ഓർമ്മകൾ നമുക്കെപ്പോഴും ശക്തി പകരണം. വെറോനിക്ക നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ മാതൃകയായി, നമുക്കെല്ലാവർക്കും വിശ്വാസ ജീവിതത്തിലൊരു ശക്തിയായി എന്നും നിലകൊള്ളും എന്നുള്ളത് തീർച്ചയാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വേദനയിൽ നമ്മൾ പങ്കുചേരുമ്പോൾ അവൻ്റെ മുഖം നമ്മുടെ ഹൃദയത്തിലും പതിയും. ഇന്ന് ക്രിസ്തുവിനെ നാം കാണുന്നത് വേദനിക്കുന്നവരിലും അവഗണിക്കപ്പെട്ടവരിലും ആലംബഹീനരിലും ദുഃഖിതരിലുമൊക്കെയാണ്. അവരുടെ മുഖം തുടയ്ക്കുമ്പോൾ, നമ്മളാലാവും വിധം അവരോട് ചേർന്ന് സഹതപിക്കുമ്പോൾ, അവരുടെ വേദനകൾ നമ്മുടെ വേദനകളായി ഒപ്പിയെടുക്കുമ്പോൾ യേശുവിൻ്റെ മുഖം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലും തെളിയും. അങ്ങനെ നാമും ഒരു പുതിയ നവയുഗ വെറോനിക്കയായി രൂപാന്തരപ്പെടും. കർത്താവെ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങേ പീഡാനുഭവത്തിൻ്റെ മായാത്ത മുദ്ര എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആമേൻ.